കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജ ഉണ്ട്, അതിൻ്റെ തിരക്ക് നല്ലോണ്ട്. അതുകൂടാതെ ആനവര എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ വരയ്ക്കാനുള്ള ഒരു ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ് ഇന്ന് അത് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുകൾ ധാരാളമാണ്. നല്ല തിരക്കാണ്, നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. അപ്പോൾ ആ ആനവരയുടെ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെറുതായിട്ട് ഇതിലിട്ടിട്ടുണ്ട്. അതേപോലെ കുട്ടികളുടെ വരകളൊക്കെ. അപ്പോൾ നമുക്കെന്തായാലും ഗുരുവായൂരപ്പനെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാണാനായിട്ട് ഭക്തർക്ക് ദർശനമേകിയിട്ടിരിക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിൻ്റെ അവിടെ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് നമ്മളങ്ങനെ വരുമ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള ആ ഒരു അത്തിമര ഗണപതിയെ ഒന്ന് കണ്ട് തൊഴുത് പോരാം. അങ്ങനെ വന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പ്രവേശിക്കുക. അങ്ങനെ പ്രവേശിച്ച് നേരെ വരുമ്പോൾ ആ കൊടിമരം കാണാം. അതിൻ്റെ മുന്നിലുള്ള ബലിക്കല്ല്, വലിയ ബലിക്കല്ല് കാണാം. അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ ഇങ്ങനെ കാണാം. അതിൻ്റെ നടുക്കായി ലക്ഷ്മി ദേവീനെയും കണ്ട് തൊഴുത് നമ്മൾ ഇടത്തെ സൈഡിലെ വാതിൽപ്പാടി ഇങ്ങനെ കയറുമ്പോൾ ഇടത്തെ സൈഡിലുള്ള ആ മേൽപ്പത്തൂർ ഇരുന്ന് നാരായണീയം എഴുതാൻ ഉപയോഗിച്ച ഇരിക്കാൻ ഉപയോഗിച്ച ആ പീഠം കാണാം. അതേപോലെ വലത്തേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ടും കണ്ട് തൊഴാം. എന്നിട്ട് നമ്മളിങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ വളരെ കൗതുകമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ നോക്കി വരുമ്പോൾ ആദ്യം തന്നെ കാൽപാദങ്ങൾ കാണാണ്ട്. കാൽപാദങ്ങൾ കുറച്ച് വലിയ കാൽപാദങ്ങളാണ് കാണുന്നത്. അത് മറ്റൊന്നുമല്ല, ഉണ്ണിക്കണ്ണനല്ല, കുറച്ച് വലിയ ആളാണേ. അപ്പം അങ്ങനെ നോക്കി വരിക. നമുക്ക് നോക്കുമ്പോൾ ചുവന്ന പട്ടിങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു മഞ്ഞ പട്ട് അങ്ങനെ അരയിൽ കെട്ടിയിട്ടുണ്ട്, ഉത്തരീയം പോലെ അങ്ങനെ കെട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ നല്ല മാലകൾ കാണാണ്ട്, പിന്നെ ഗോപിക്കുറി കാണാണ്ട്, കയ്യിൽ ഒരു അമ്പുണ്ട്, വില്ലുണ്ട്. അന്ന് ശ്രീരാമചന്ദ്രസ്വാമിയാണ് കേട്ടോ, കർക്കിടകല്ലേ, അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമിയാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ കാലമൊക്കെ കാണുന്നത്. മറ്റേതാണെങ്കിൽ കുഞ്ഞുണ്ണിയല്ലേ, ആ ഉണ്ണിക്കണ്ണൻ്റെ അല്ലേ. ഇതിപ്പോൾ അതല്ല, അത്യാവശ്യം നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. അമ്പും വില്ലും ഒക്കെ ഏന്തിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് അനുഗ്രഹിക്കാനായിട്ട്, ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. അതുപോലെ കളഭം കൊണ്ട് കിരീടം ചാർത്തിയിട്ടുണ്ട്. തിരുമുടിമാലകൾ 2 ഉണ്ട്, വെളുത്ത പൂവും ചുവന്ന പൂവായിട്ടുള്ളത്. അങ്ങനെ പിന്നെ അതേപോലെ തുളസിയും, അതേപോലെ വലിയ 2 ഉണ്ടമാലകളുണ്ട്. അതിങ്ങനെ വനമാല പരുവത്തിലാണ്. അപ്പോൾ നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. ആ വെളുത്ത പൂവും ആ ചുവന്ന പൂവും തുളസിയൊക്കെ പാടങ്ങനെ കൂടിയിട്ടേ ആ ഒരു കാഴ്ച നല്ല രസമായിട്ട്, നല്ല വലിയ ഉണ്ടമാലയാണ്. അതിങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്, നല്ല രസമായിട്ട്. അപ്പോൾ അങ്ങനെ ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കാനായിട്ടുള്ള ആ ഒരു നിൽപ്പാണ്. കർക്കിടകമാണ്, എല്ലാവരും നാലമ്പലത്തിലൊക്കെ വന്ന് തൊഴുതവരല്ലേ. ഞാനും ഇവിടെ നിന്ന ശ്രീരാമസ്വാമിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ശ്രീലകത്ത് ആ പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കണതേ, ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നിൽക്കുന്നത്. എല്ലാതും ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ്. നമ്മളെ പല രൂപത്തിൽ ആരാധിച്ചാലും ഒക്കെ എൻ്റെ അടുത്തേക്കാണ് എത്തണമെന്നാണ് പറയണത്. അങ്ങനെയുള്ള ആ ഒരു കാഴ്ചയാണ് ആ ഭഗവാന്റെ ഒരു കാഴ്ച എന്ന് കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ അവിടെ നോക്കി തൊഴുതു. എല്ലാവരും ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നങ്ങനെ വിചാരിക്കുക കേട്ടോ. മനസ്സ് ഇങ്ങോട്ട് വന്ന് തൊഴുക. ശരീരം എവിടെ ആയാലും കുഴപ്പമില്ല, മനസ്സിനാണ് പ്രാധാന്യം. മനസ്സ് നമ്മളെ കൂടെ. ഈ ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദത്തിനൊപ്പം ചലിക്കുക. അങ്ങനെ വരുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിലെത്തി ആ ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും കേട്ടോ. അങ്ങനെ നമ്മളവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ലൊക്കെ ഒന്ന് നോക്കി തൊഴുത്, അതേപോലെ തിടപ്പള്ളി നോക്കി തൊഴുതു. പിന്നീട് വരുന്നത് ആ ചുമരിൻ്റെ മുകളിൽ നോക്കിയിട്ട് ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. അതേപോലെ ആ ഗ്രില്ല് കഴിഞ്ഞാൽ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നെ നമ്മളിങ്ങനെ വരുമ്പോൾ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അവിടെയൊക്കെ തിരക്കുണ്ട്.
എന്നാലും കുഴപ്പമില്ല, നമുക്കങ്ങനെ പോയി തൊഴാം. അങ്ങനെ തൊഴുമ്പോൾ അവിടെ നിന്നിപ്പോൾ കളപച്ചാർത്തൊന്നും ആയിട്ടില്ല, അന്ന് പീലിയൊന്നുമില്ല, ഗോളയ്ക്ക് അങ്ങോട്ട് ഇറക്കിയിട്ടാണുള്ളത്. കൊമ്പും തുമ്പിക്കൈയും ഒക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. ഒരു മഞ്ഞ പട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ധാരാളം ചുവന്ന പൂക്കളുണ്ട്, അർച്ചന പൂക്കളായിട്ടുള്ളത്. അങ്ങനെ കണ്ട് തൊഴുതട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചു. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞിട്ട് സരസ്വതി ദേവീനെ കണ്ട് തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് ആ കോർണറിലൂടെ അങ്ങനെ വന്ന് ചെറിയ ഗണപതിനെയൊക്കെ ഒന്ന് തൊട്ട് തലോടാം. അത് കഴിഞ്ഞ് നേരെ വരുമ്പോൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. പിന്നെ മേൽശാന്തിൽ അവിടെ നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. അങ്ങനെ അവിടെ വരുന്നപ്പോൾ ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്. കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്ട്. അതുപോലെ ഇന്നത്തെ ആ ശ്രീരാമചന്ദ്രനെ വരച്ചെണ്ണത്, അതായത് കളഭം കൊണ്ടുള്ള അലങ്കരിച്ചെണ്ണത് പഴയം നന്ദകുമാറോദിക്കനാണ്. അദ്ദേഹം അവിടെ അങ്ങനെ ഇരിക്കണു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് മേൽശാന്തി ഇരിക്കുന്ന അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് നമ്മളിങ്ങനെ വരുമ്പോൾ ആ വാമന രൂപവും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം, ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അനന്തപത്മനാഭസ്വാമീനെ കാണാനായിട്ട് വരുമ്പോൾ അവിടെയും ധാരാളം മാലകളൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ചെമ്പകമാല ചാർത്തിയിട്ടുണ്ട് ലക്ഷ്മി ദേവിക്ക്. നല്ല രസമായിട്ടുള്ള ചെമ്പകമാല. എന്താ മണം എന്നറിയാം, നല്ല മണം. അവിടെ ചെല്ലുമ്പോൾ തന്നെ വളരെ ഒരു സൗരഭ്യം ഇങ്ങനെ വിഴിഞ്ഞൊഴുകുകയാണെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണ് കാഴ്ച. അതേപോലെ മഹാവിഷ്ണുവിനും അതേപോലെ ബ്രഹ്മദേവനും ഒക്കെ നിറച്ചുണ്ട്. അതേപോലെ നല്ല രസമായിട്ടുള്ള ആ കാഴ്ച കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ട് തൊഴുക. ആ കാൽഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ തൊഴുതാലേ നമുക്ക് സുഖമായിട്ടുള്ള ദർശനമാണ്. അപ്പോൾ അതിങ്ങനെ കണ്ട് തൊഴുത് പിന്നീട് നമ്മൾ നേരെ വന്ന് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. കണ്ണൻ്റെ അടുത്ത് വരുമ്പോൾ, കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു തുളസിയും ചുവന്ന പൂവും കൂടിയുള്ള ഒരു മാല അങ്ങനെ കാണാം. അതേപോലെ മുരുകനും ഉണ്ട്, മാല ചാർത്തിയിട്ടുണ്ട്. ചുവന്ന പൂവിൻ്റെയും തുളസിയും തന്നെയാണ്, അങ്ങനെ തന്നെയാണ് അവിടെയും കാണുന്നത്. അതേപോലെ ഹനുമാൻ സ്വാമിൻ്റെ അടുത്ത് വരിക. അവിടെ ഒന്നും മാലകളൊന്നുമില്ല, കുങ്കുമം മാത്രമുണ്ട്. കുങ്കുമം കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കുങ്കുമമൊക്കെ എടുത്ത് തൊടാം. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുക. പിന്നെ നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കുറച്ചിങ്ങോട്ട് പടിഞ്ഞാട്ട് മാറിയ ആ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. എന്നിട്ട് അങ്ങനെ ആ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാലേ, കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം അങ്ങനെ കാണാം. വളരെ ഭംഗിയായിട്ട് ആ കൊടിമരം ഇങ്ങനെ കാണാം. അപ്പോൾ ആ കൊടിമരം കണ്ടിട്ടൊന്ന് തൊഴാം. ശരിക്കും പറഞ്ഞാൽ നാലമ്പലത്തിൻ്റെ അവിടെ നിന്ന് കൊടിമരം നോക്കി തൊഴുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അവിടെ നിന്നൊന്ന് തൊഴാം. പിന്നീട് നമ്മൾ ആ മണിക്കിണർ കണ്ട് തൊഴാം. അതേപോലെ നേരെ ആ നൃത്തറയിൽ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അവിടെ അങ്ങനെ കിടാവിളക്ക് ഇങ്ങനെ ആ ദീപം ഇങ്ങനെ ആടി ഒലഞ്ഞ് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഉണ്ണിക്കണ്ണൻ കളിക്കുകയാണെന്നിങ്ങനെ വിചാരിക്കുക. അത് കണ്ട് തൊഴുത് നമ്മൾ നേരെ ഇങ്ങനെ കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങുക. അവിടെ ഇറങ്ങുമ്പോൾ തന്നെ നല്ല തിരക്കാണ്. അപ്പുറത്തൊക്കെ ഈ ടോക്കൻ്റെ ക്യൂ ഒക്കെയാണ്, നല്ല തിരക്കാണ്. അങ്ങനെ വന്ന് നമ്മൾ ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതൊക്കെ കണ്ട് വാങ്ങിയിട്ട് നമ്മൾ നേരെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ വരുമ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട്, എന്നാലും നമ്മളതിലൂടെ അങ്ങനെ വരുമ്പോൾ ഗോളകയാണ്, ഗോളക ഇറക്കിയിട്ടുണ്ട്. പിന്നെ ചുവന്ന
പട്ടാണ് ഉടുത്തിട്ടുള്ളത്. ചുവന്ന പൂക്കൾ ധാരാളമുണ്ട്. ഇന്നങ്ങനെ നല്ല ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അഭിഷേകമാണ്. വളരെ മനോഹരമാണ്. അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ആ ശിവേലി വിഗ്രഹത്തിൻ്റെ മുകളിലുണ്ട് കുറച്ച് തുളസിപ്പൂവും അതേപോലെ ചുവന്ന തെച്ചിപ്പൂവും ഒക്കെ ആയിട്ടുള്ള മാലകൾ ഇങ്ങനെ അണിയിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മൾ ആ കോർണറിലെത്തുമ്പോൾ തിരിഞ്ഞ് നിന്നിട്ട് മമ്മിയൂർക്ക് നോക്കുക. ആ മമ്മിയൂരപ്പനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ഒന്ന് പ്രദക്ഷിണം വെച്ചാൽ ഏറ്റവും നല്ലത്. അങ്ങനെ അവിടുന്ന് ആ മമ്മിയൂരപ്പൻ്റെ ഒരു അനുഗ്രഹം കൂടി നമുക്ക് കിട്ടും. അങ്ങനെ നമ്മളിങ്ങനെ വരുമ്പോൾ ആൾരൂപ വഴിപാട് കാണാം. അതേപോലെ മഞ്ചാടിക്കുരു വാരന് കാണാം. അവിടെയൊക്കെ ആളുകളുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികളും വലിയവരൊക്കെ വാരുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ വന്ന് നെയ്വിളക്കൊക്കെ കൊളുത്തി വെച്ച് കാണാണ്ട് പിന്നെ നമ്മൾ നേരെ ആ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് ഒരിക്കൽ കൂടി നമ്മളെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആ ശ്രീരാമചന്ദ്രസ്വാമി ഒന്നുകൂടി കണ്ട് തൊഴുക, നമസ്കരിക്കാം. പിന്നീട് നേരെ വന്നിട്ട് ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ അതാ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കണു, അത് കണ്ട് തൊഴാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വന്നിട്ട് പ്രാർത്ഥിക്കുക. അയ്യപ്പസ്വാമിയെ കാണാനും വളരെ മനോഹരമാണെന്ന്. കിരീടം വെച്ചിട്ടുണ്ട്. അതുകൂടാതെ മുഖം ഇങ്ങനെ തിളങ്ങുകയാണ്. സ്വർണത്തിൻ്റെ ആ ഗോളക ഇറക്കിയ പോലെയാണ്. നല്ല രസമായിട്ട് എന്താ പറയുക, സ്വർണ്ണ കളറിലാണ്. അത് കഴിഞ്ഞിങ്ങനെ നല്ല ആ ഒരു ആഭരണം ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള സ്വർണത്തിൻ്റെ ആഭരണം, നല്ല വീതിയുള്ള ഒരു ആഭരണം. അതേപോലെ സർവാലങ്കാര ഭൂഷിതനായിട്ടെന്ന് പറഞ്ഞ മാതിരിയാണ്. പിന്നെ മഞ്ഞ പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞുടുപ്പിച്ചിട്ടുണ്ട്. കിരീടമൊക്കെ വെച്ചിട്ട് ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ഭൂതനാഥനെ കണ്ട് തൊഴുത് ഒന്ന് വലം വെച്ച് പ്രദക്ഷിണമായിട്ട് നമ്മൾ പടിഞ്ഞാറ നടയിൽ വന്ന ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നെ ഒന്ന് പുറകോട്ട് ഇറങ്ങി നിന്നാൽ ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത്ത് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് ഇനി നമ്മൾക്ക് ലക്ഷ്മി ഹാളിൻ്റെ അധികം അങ്ങനെ പോയാൽ നമ്മളെ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ വരുമ്പോൾ നടുക്കുള്ള ആ കാളിയമർദ്ദന രൂപധാരീനെ കണ്ട് തൊഴാം. അതിന് ശേഷം നാരായണീയം, അതായത് നാരായണ ഹാളിൽ അവിടെ പൂന്താനം നമ്പൂതിരിയെ ഒന്ന് സ്മരിക്കാനായിട്ട് പൂന്താനം നമ്പൂതിരി പൂജിച്ചിരുന്ന ഒരു വിഗ്രഹം കാണാം. അതൊന്ന് കണ്ട് തൊഴാം. അങ്ങനെ അവിടെ നിന്ന് തൊഴുത് ഇറങ്ങിയിട്ട് നേരെ വരുമ്പോൾ ഭഗവതിയുടെ അവിടെ വന്നിട്ടൊന്ന് നിൽക്കുക, അവിടെ നിന്ന് തൊഴുക. പിന്നെ നമ്മൾ വലിയ ദീപസ്തംഭം, കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നും കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ പ്രകാശം ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മുടെ ശ്രീരാമചന്ദ്രസ്വാമിയാണ് അവിടെ ഉള്ളത് ഇന്നത്തെ രൂപം എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് തൊഴുക. പിന്നെ നമ്മൾ തെക്കേ നടയിലേക്ക് ഇങ്ങനെ വരിക. തെക്കേ നടയിലേക്ക് വരുമ്പോൾ ആ കൂവളമരം ഇങ്ങനെ കാണാം. കൂവളമരത്തിനിങ്ങനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ മഹാദേവനെയും പാർവതീദേവിനെയൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക. അപ്പോൾ ആ ഒരു അവരുടെ അനുഗ്രഹം കൂടി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഉഷ തൃക്കേട്ട അവർക്ക് രോഗശമനത്തിന് വേണ്ടിയിട്ടാണ്. റജുമകം പരിക്കുകളൊക്കെ ഭേദമാവാൻ വേണ്ടിയിട്ട്, ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട്. ശാരദ വിശാഖം അവർക്കും ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. സുശീലാരാജൻ്റെ ശബ്ദം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശ്യാമള ആയില്യം അവരുടെ മനസ്സ് ആകെ കലുഷിതമായിട്ടാണ്. അപ്പോൾ അവരുടെ ഒരു സമാധാനം നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ സംഗീതയുടെ മനസ്സിന് അസ്വസ്ഥതയാണ്, അത് മാറാൻ വേണ്ടിയിട്ട്. വിദ്യാദേവി ചിത്ര പരീക്ഷാ വിജയത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ശ്രീകലാവിട്ടത്തിന് ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും നല്ല എന്താ പറയുക, സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം.
ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തട്ടെ. ഇനി നമുക്കൊരു ചെറിയ കഥ. രാമായണത്തിലെ കഥ തന്നെയാണ്. സമുദ്രതീരത്ത് നമ്മുടെ വാനരസേന അങ്ങനെ ഒത്തുകൂടി. കാരണം എങ്ങനെയാണ് ഇനിയിപ്പോൾ ലങ്കയിലേക്ക് എത്തിപ്പെടുക എന്ന്. അവരുടെ വിളികളൊക്കെ ഇങ്ങനെ ദിഗന്ധങ്ങൾ ഭേദിച്ചു. രാവണൻ്റെ ലങ്കയിലേക്ക് കടൽ കടന്നെത്താനുള്ള മാർഗം തേടിയിട്ട് രാമൻ ആഴക്കടലിനെ നോക്കി ഇങ്ങനെ നിന്നു. കൂറ്റൻ തിരമാലകൾ തീരത്തെ തഴുകി മടങ്ങുന്നു. സീതയെ വീണ്ടെടുക്കാനെന്നുള്ള ആഗ്രഹം രാമൻ്റെ മനസ്സിൽ അഗ്നി പോലെ ജ്വലിച്ചു. എന്നാലും ഈ അസാധാരണമായ അഗാധമായ സമുദ്രം എങ്ങനെ താണ്ടുമെന്ന ചിന്ത രാമനെ അലട്ടി. വിഭീഷണൻ രാവണനെ ഉപേക്ഷിച്ച് രാമൻ്റെ പക്ഷം ചേർന്നത് വാനരസേനയ്ക്ക് വലിയ ആശ്വാസമായി. ലങ്കയിലേക്കുള്ള വഴി തുറക്കണമെങ്കിൽ സമുദ്രദേവനായ വരുണനെ പ്രസാദിപ്പിക്കണമെന്ന് വിഭീഷണൻ രാമനെ ഉപദേശിച്ചു. വിഭീഷണൻ്റെ വാക്കുകൾ സ്വീകരിച്ച് രാമൻ 3 ദിവസം കടൽ തീരത്തെ ദർഭപുല്ലിൽ ശയിച്ച് വരുണനെ ധ്യാനിച്ചു. എന്നാൽ വരുണൻ പ്രത്യക്ഷമായില്ല. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട രാമൻ കോപാകുലനായി. തൻ്റെ വില്ലായ കോദണ്ഡം കുലച്ച് ഒരു അസ്ത്രം തൊടുക്കാനായി തയ്യാറെടുത്തു. ആ അസ്ത്രം ഇങ്ങനെ എടുത്തപ്പോൾ തന്നെ പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോകുന്ന ആ ഒരു അസ്ത്രമാണ്. അപ്പോൾ രാമൻ്റെ ആ രൗദ്രഭാവം കണ്ടിട്ട് ഭയന്ന വരുണൻ അതേവരെ ഒളിച്ചിരുന്ന ആ സമുദ്രത്തിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വന്നു. എന്നിട്ട് കൈകൂപ്പിയിട്ട് രാമൻ്റെ മുന്നിൽ വന്നിട്ട് വരുണൻ രാമനോട് ക്ഷമ യാചിച്ചു. വരുണനോട് തൻ്റെ ആവശ്യം അറിയിച്ചു. അപ്പോൾ വരുണൻ അതിന് മറുപടിയായി ഒരു വഴി നിർദ്ദേശിച്ചു. നളൻ എന്ന ശില്പവിദഗ്ധനായ വാനരന് സമുദ്രത്തിൽ ഒരു പാലം നിർമ്മിക്കാൻ കഴിവുണ്ട്. നളൻ എറിയുന്ന കല്ലുകളും മരങ്ങളും വെള്ളത്തിൽ മുങ്ങിപ്പോവാതെ പൊങ്ങിക്കിടക്കും. വരുണൻ ആ കല്ലുകളെ താങ്ങി നിർത്തിക്കോളാം എന്ന് രാമന് ഉറപ്പ് നൽകി. വരുണൻ്റെ വാക്കുകൾ കേട്ട് രാമൻ ഉടൻ തന്നെ നളനെ വിളിച്ച് പാലം പണിയാനുള്ള ചുമതല നൽകി. നളനും സഹോദരനായ നീലനും വാനരസേനയെ നയിച്ച് പാലം പണിയാൻ തുടങ്ങി. വലിയ പാറകളും മരങ്ങളും മലകളും ഒക്കെ കടലിലേക്ക് ഇങ്ങനെ എറിഞ്ഞു. അപ്പോൾ ദൂരദിക്കുകളിൽ നിന്നൊക്കെ വരെ വാനരന്മാരിങ്ങനെ പാറക്കല്ലുകളും മരങ്ങളൊക്കെ ചുവന്ന് കൊടുന്ന് ഇങ്ങനെ ഇട്ടു. അങ്ങനെ നളൻ്റെ കരവിരുതിൽ ആ കല്ലുകൾ ഒന്നിനു പുറകെ ഒന്നായി കടലിൽ ഇങ്ങനെ താഴ്ന്നു പോവാതെ പൊങ്ങിക്കിടന്നു. വാനരസേന ജയ് ശ്രീരാം എന്നുള്ള ആ മുദ്രാവാക്യം ഇങ്ങനെ വിളിച്ച് ആവേശത്തോടെ കല്ലുകൾ ഇങ്ങനെ കടലിലേക്ക് എറിഞ്ഞു. ചില വാനരന്മാർ വലിയ കല്ലുകളൊക്കെ മരത്തിലും മരങ്ങളും തലയിലേറ്റി പറന്നുപോയി പാലം നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു. 5 ദിവസം കൊണ്ട് 100 യോജന നീളവും 10 യോജന വീതിയുമുള്ള ഒരു വലിയ പാലം നിർമ്മിച്ചു. പാലം പൂർത്തിയായപ്പോൾ വാനരസേനയുടെ ആർപ്പുവിളികൾക്ക് ആകാശത്തോളം ഉയർന്നിട്ട് അങ്ങനെ രാമൻ ആ പാലത്തിൻ്റെ മുകളിലൂടെ തൻ്റെ അനുയായികളും കൂടിയിട്ട് ലങ്കയിലേക്ക് എത്തി. ഇനി ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് അടുത്ത കഥയിൽ പറയാം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.